Nios ഒക്ടോബർ 2023 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സ് വിജയകരമായി ആരംഭിച്ചിരിക്കുന്നു. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായി കോൺടാക്ട് 7561009757. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. Nios ഒക്ടോബർ 2023 പരീക്ഷാ ഡേറ്റ് വന്ന് നമ്മുടെ എക്സാം അങ്ങോട്ട് അടുക്കാറായി. അപ്പൊ ഞാൻ കുട്ടികളോടൊക്കെ ചോദിച്ചു, എന്തായി മക്കളെ നമ്മുടെ പഠിത്തം, ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്? പഠിച്ചു തുടങ്ങിയോ? പഠിച്ചു തുടങ്ങിയില്ലേ? പഠിച്ചു കഴിഞ്ഞോ? കുറെ വിദ്യാർത്ഥികൾ പറഞ്ഞു പഠിച്ചു തുടങ്ങി സാറേ, വെരി ഹാപ്പി, നല്ല രീതിയിൽ പഠിച്ചു പോകുന്നുണ്ട്, സെറ്റാണ് സാറേ. കുറച്ച് പേര് പറഞ്ഞു സാറേ ഞങ്ങൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല, നേരെ അങ്ങോട്ട് കിട്ടിയിട്ടില്ല, അങ്ങനെ തുടങ്ങണം, സ്റ്റാർട്ട് വന്നിട്ടില്ല. എന്നാ കുറച്ച് പേര് പറഞ്ഞു പഠിച്ചു കഴിഞ്ഞു പറഞ്ഞൊരു ടീം. ഓക്കെ, ഇങ്ങനെ പഠിച്ചു തുടങ്ങിയതും പഠിച്ച് തുടങ്ങാത്തതും പഠിച്ചു കഴിഞ്ഞതും എല്ലാ കുട്ടികൾക്കും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അതിലൂടെ പറഞ്ഞു തരുന്നത് എത്ര സിമ്പിൾ ആക്കിയിട്ട് വേണം നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കാൻ എന്നുള്ള. എല്ലാ ചാപ്റ്റേഴ്സും പരീക്ഷയ്ക്ക് വരുന്ന ചാപ്റ്റേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. സോ മക്കളെ, നമ്മളൊരു കൺസെപ്റ്റ് പഠിപ്പിക്കുമ്പോൾ ആ കൺസെപ്റ്റ് മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യണം, പിന്നെ അത് പോകരുത്, പരീക്ഷ പേപ്പറിലോട്ട് വന്നാൽ മതി, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കളഞ്ഞു, നോ പ്രോബ്ലം. ഓക്കെ, സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ബിസിനസ് സ്റ്റഡീസ്. ബിസിനസ് സ്റ്റഡീസിലെ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് രണ്ടാമത്തെ ചാപ്റ്റർ, ബിസിനസ് സപ്പോർട്ട് സർവീസസ്. നമുക്കറിയാം ബിസിനസ്, നാച്ചുറൽ സ്കോപ്പ് ഓഫ് ബിസിനസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ബിസിനസ് അറൌണ്ട് ഹൗസ്, നമ്മുടെ ചുറ്റുപാടുമുള്ള ബിസിനസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സോ നൗ വി ആർ ലുക്കിംഗ് ബിസിനസ് സപ്പോർട്ട് സർവീസ്. ഒരു ബിസിനസ്, ഒരു വ്യവസായം, ഒരു ബിസിനസ് നടക്കാൻ എന്തൊക്കെ അനുബന്ധ സേവനങ്ങളാണ് വേണ്ടത്, സപ്പോർട്ട് സർവീസസ് ആണ് വേണ്ടത് എന്നുള്ളതാണ്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പൊ നമ്മള് എക്സാമിനോട് അടുപ്പിച്ച് നമ്മുടെ ക്രാഷ് കോഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ക്രാഷ് കോഴ്സ് ഒക്കെ പോകുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ക്രാഷിലൂടെ പഠിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇനിയും ക്ലാസ്സുകൾ നമ്മുടെ 15th കഴിഞ്ഞതിന് ശേഷം നമ്മുടെ Q&A സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ സെഷൻസിന് വേണ്ടിയിട്ട് ഈഗർലി വെയിറ്റിംഗ് ആണ്. സോ മക്കളെ, എല്ലാവരോടും പറയാണ് നമ്മുടെ സെഷൻസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം. ഇത് പകുതി എത്തിയിട്ടുള്ളൂ, ബാക്കി പകുതി കൂടി. എല്ലാ ഭാഗവും ഫുൾ ആയാലാണ് നമ്മൾ പറഞ്ഞ വിജയം നമ്മുടെ കയ്യിൽ. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. 30 days ഓഫ് ഹാർഡ് വർക്ക്, 30 ദിവസത്തെ നമ്മുടെ ഹാർഡ് വർക്ക്, നമ്മുടെ പ്രയത്നമാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് റിസൾട്ട് പാസ് എന്ന് കിട്ടുന്നത്. സോ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യണം, പഠിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. ഒരുപാട് പേർക്ക് ഇനിയും പഠിക്കാൻ അറിയില്ല. സോ മക്കളെ, ബിസിനസ് സ്റ്റഡീസ് മാത്രമല്ല, നിങ്ങൾക്ക് +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, 10ാം ക്ലാസ്, ഏത് സബ്ജക്ട്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏതാണോ ബുദ്ധിമുട്ടുള്ളത് ആ സബ്ജക്ട്സുകൾ നമുക്ക് ക്രാഷിലൂടെ പഠിക്കാം. വളരെ ചുരുങ്ങിയ സമയത്ത് 10 മുതൽ 20 വരെ മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എടുത്തുകൊണ്ട്. മാത്രമല്ല 15ാം തീയതി ശേഷം നമ്മുടെ Q&A സ്റ്റാർട്ട് ചെയ്യാണ്. സോ മക്കളെ, ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാവരെയും പാസ്സാക്കാൻ ശ്രമിക്കണം, എല്ലാവരും പാസ്സാക്കാൻ സാധിക്കണം. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അപ്പൊ ബിസിനസ് സപ്പോർട്ട് സർവീസ്, ബിസിനസിന് ആവശ്യമുള്ള, വ്യവസായത്തിന് ആവശ്യമുള്ള അനുബന്ധ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും. രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് ബെല്ലായിരിക്കും സൈക്കിളിന്റെ. ഇപ്പൊ സൈക്കിളൊന്നും ആവില്ല, ബൈക്കിലൊക്കെ ആയിരിക്കും പത്രക്കാരൻ പത്രം കൊടുന്നില്ല, അല്ലെ, ബുള്ളറ്റിലൊക്കെ ആയിരിക്കാൻ വന്നിട്ട് പത്രം കൊടുന്നില്ല. സോ ആ പത്രക്കാരൻ വന്ന് സിറ്റ് ഔട്ടിലോട്ട് നമുക്ക് പേപ്പർ വലിച്ചെറിഞ്ഞു തരും. സോ അതൊരു ബിസിനസ് അല്ലേ? എന്താ, രാവിലെ പത്രം വായിക്കണ ശീലം, വാർത്ത വായിക്കണ ശീലം, ആ പത്രത്തിനൊരു പൈസ കൊടുക്കണ്ടേ? മന്ത്ലി ആവുമ്പോ പത്രക്കാരൻ വരിസംഖ്യ വാങ്ങാൻ വരില്ലേ, പൈസ വാങ്ങാൻ വരില്ലേ? സോ അവിടെ ഒരു ബിസിനസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ കാണാം നമ്മുടെ പാൽക്കാരൻ വരുന്നേ. പാൽക്കാരന് നമുക്ക് പാല് അളന്നു തരും. ആ പാൽക്കാരൻ വെറുതെ തരും, പാലില്ല, അതിന് നമ്മൾ പൈസ കൊടുക്കണം. ബിസിനസ് അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? രാവിലെ തന്നെ കുളിച്ച് ഫ്രഷ് ആയി ജോലിക്ക് പോകുന്ന ഒരു ജോലിക്ക്, അതേപോലെ പഠിക്കാൻ പോണ ഒരു പഠിക്കാം. ഒരു പണിയില്ലാത്തൊരു ഇപ്പൊ എന്ത് ചെയ്യാ? ഒരു പണിയില്ലാത്തൊരു എന്തെങ്കിലും ചെയ്യും. സോ മക്കളെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? പുറത്തോട്ട് ഇറങ്ങുക, കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പബ്ലിക്കിലോട്ട് ഇറങ്ങുമ്പോൾ അവിടെ നമ്മൾ കാണുന്നതിലൊക്കെ ബിസിനസ് ഉണ്ട്. അവിടെ ഒരു ചായക്കടക്കാരനെ കണ്ടു, ചായ വെറുതെ ഇട്ടൂല, പൈസ കൊടുക്കണം, അല്ലെ? അപ്പുറത്ത് നമ്മൾ ഒരു ഫ്ലവേഴ്സിന്റെ ഷോപ്പ് കണ്ടു, അവിടെ ഫ്ലവേഴ്സ് വെറുതെ കൊടുക്കുന്നില്ല, പൈസ തന്നെയാണ്. അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്തു? അപ്പുറത്ത് നമ്മൾ പലചരക്ക് കട കണ്ടു. സോ എല്ലാത്തിലും എന്തുണ്ട്? ബിസിനസ് ഉണ്ട്. സോ മക്കളെ, ബിസിനസ് സ്റ്റഡീസ് എടുത്തവർ മാത്രമല്ല, എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ബിസിനസ് സ്റ്റഡീസ്. ഓക്കെ, ബിസിനസിനെ കുറിച്ച് പഠിക്കേണ്ടത് എല്ലാവരുടെ ആവശ്യമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റിക്കും, നമ്മൾ കബളിപ്പിക്കപ്പെടും. വ്യാപാരത്തിൽ, കച്ചവടത്തിലൊക്കെ ഒരുപാട് മറിമായങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്, മായങ്ങൾ കാണുന്നതാണ്, അല്ലെ? സോ അതെന്തേ കാരണം? നമ്മളോട് ഒരാൾ പറയാ, സാറേ ഇത് വാങ്ങിക്കോ, വെറും 20 രൂപക്ക് ഞാൻ നിങ്ങൾക്ക് തരാനുണ്ട്, നമുക്ക് തരും. നമ്മൾ 20 രൂപക്ക് ഇത് ലാഭ,
ആ 20 രൂപക്ക് നമ്മളിത് വാങ്ങിയിട്ട് നമ്മൾ പോകുമ്പോൾ കാണാൻ അപ്പുറത്ത് എടാ ഈ എന്തിനാ 20 രൂപക്ക് ഇത് വാങ്ങിയത്, ഇത് 10 രൂപയുടെ സാധനമല്ലേ, 20 രൂപക്ക് എന്തിനു വാങ്ങി? സോ നമുക്ക് സങ്കടം, ഓ അതാലോചിച്ച് ആ ദിവസം ഫുള്ള് പോകും, പൈസ വെറുതെ പറ്റിച്ചില്ലേ. നമ്മളെ പറ്റിക്കാതിരിക്കാനും കൂടെ നമുക്ക് എന്ത് പഠിക്കാം, ബിസിനസ് സ്റ്റഡീസ് പഠിക്കാം. സോ മക്കളെ ആരും പറ്റിക്കാതിരിക്കാം, ആരും പറ്റിക്കപ്പെടാതിരിക്കാനും കൂടി നമുക്ക് എന്ത് വേണം, ബിസിനസ് സ്റ്റഡീസ് വേണം. പിന്നെ ഇത് മാത്രമൊന്നുമല്ല, ഇപ്പൊ നമ്മൾ കഥ പറയേണ്ട ആവശ്യമില്ല. ബിസിനസ് സ്റ്റഡീസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് ബിസിനസ് സ്റ്റഡീസ് വരുമ്പോൾ നിങ്ങൾ എഴുതിക്കോളൂ, എന്തായാലും പാസ്സാവണ ഒരു സബ്ജക്ട് ബിസിനസ് സ്റ്റഡീസ് ആവും. ഒരു പേടിയും പേടിക്കണ്ട, എന്തെഴുതി വെച്ചാലും കൊട്ടയിൽ മാർക്ക് 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 ഇതാ മാർക്ക്, നിങ്ങൾ എന്തെഴുതിയോ അതിനൊക്കെ മാർക്ക്. കണ്ടോ എന്താ കാരണം അറിയോ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ സോഷ്യോളജിയെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചപ്പോ ഹ്യൂമാനിറ്റീസിൽ, അതിൽ പൊളിറ്റിക്സിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോ ഹ്യൂമാനിറ്റീസിലും കോമേഴ്സിലും അതിലൊക്കെ നമ്മൾ പറഞ്ഞില്ലേ എന്തും നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതേപോലെ തന്നെയാണ് ബിസിനസ് സ്റ്റഡീസ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഏത് മനുഷ്യനും ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പറയാൻ പോകുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഈ ബിസിനസ് സപ്പോർട്ട് സർവീസിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ ബാങ്കിങ് എന്ന് പറയുന്നത്. ബാങ്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരുപാട് ബാങ്കുകൾ കണ്ടിട്ടില്ലേ. നിങ്ങൾ ഒരു വാഹനം മേടിക്കുക, നിങ്ങൾ അതിന് ഇതിടും എന്ത്, നമ്മൾ ഇൻഷുറൻസ് അടക്കും, അത് നമുക്ക് ബാങ്ക് ത്രൂ ആയിക്കാരം നമ്മൾ അടക്കുന്നുണ്ടാവുക, അതല്ലെങ്കിൽ നമുക്കൊരു ഇൻഷുറൻസ് ഏജൻസി ത്രൂ അടക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ നമ്മളൊരു ബാങ്കിൽ അടവ് മുഖേന, അല്ലെങ്കിൽ നമ്മളൊരു ബാങ്കിൽ നമ്മൾ EMI എടുത്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കാറ് മേടിക്കുന്നുണ്ടാവുക. അതല്ല നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ കാണാം 0% നമുക്ക് EMI കിട്ടും. അപ്പൊ നമ്മൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്യും. ഇങ്ങനെ നമുക്ക് പൈസ കടം തരുന്നതും, പിന്നെ കുറെ പൈസ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് കയ്യിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കൊണ്ടുപോയിട്ട് എടുത്തു വെക്കും. നമുക്ക് എടുത്തു വെക്കാം, സൂക്ഷിച്ചു വെക്കാനും കൂടി എന്തെങ്കിലും ഉപയോഗിക്കാം, ബാങ്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ബാങ്കിങ് എന്താ? ബാങ്കിങ് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ബിസിനസ്സിന്, നമ്മുടെ വ്യവസായം നടക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യന്മാരൊക്കെ അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അവിടെ നടക്കുന്ന ആശയവിനിമയങ്ങൾക്ക് അടിസ്ഥാനമായിട്ടോ, അല്ല അവിടെ ഉണ്ടാവുന്ന ബിസിനസ്, അവിടെ ഉണ്ടാവുന്ന ഒരുപാട് സാമ്പത്തിക ഇടപാടുകളോ, അതല്ലെങ്കിൽ അവിടെ നടക്കുന്ന ബിസിനസിന്റെ അല്ലെങ്കിൽ വ്യവസായത്തിന്റെ ഓരോ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കോ നമുക്ക് അതിനൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ അതിനൊരു സഹായം നൽകുന്ന നമുക്ക് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ, ഒരു പ്രൊഡ്യൂസർ, ഇപ്പൊ ഒരു കൃഷിക്കാരനാണെങ്കിൽ അയാൾക്ക് വിളവുണ്ടാക്കി ആ വിളവ് വിറ്റ് അയാൾക്ക് ഒരു പൈസ, അയാൾ വിറ്റ വിളവിന് പൈസ കിട്ടിയിട്ട് ആ പൈസ അയാൾ കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ബാങ്ക് ഒരു ഇടനിലക്കാരനായിട്ട് അവിടെ നിൽക്കും. എന്താ, നമ്മുടെ പൈസ അവിടെ സുരക്ഷിതമായിട്ട് വെക്കും. എന്നിട്ട് ആ ബാങ്കിൽ നിന്ന് നമുക്ക് അടുത്തൊരു ആവശ്യത്തിന് നമുക്ക് ആ പൈസ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. സോ ബാങ്കിങ് സർവീസ്, എവിടെ ബിസിനസ് ഉണ്ടോ അല്ലെങ്കിൽ എവിടെ മനുഷ്യന്മാരുണ്ടോ അവിടെയൊക്കെ എന്തുണ്ടാവും, ബാങ്ക് ഉണ്ടാവും. ലോകത്തിൽ എവിടെ പോയാലും വേറെ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും ഒരു ബാങ്ക് കാണാൻ സാധിക്കും. സത്യം തന്നെയല്ലേ, എവിടെ പോയാലും ഒരു ബാങ്ക് നമുക്ക് കാണാൻ സാധിക്കും. കാരണം പൈസ ഇടപാടുള്ളടത്തൊക്കെ എന്തുണ്ടാവും, ബാങ്ക് ഉണ്ടാവും. സോ ബാങ്കിങ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ ബിസിനസിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലികളൊക്കെ ഒന്നും കൂടെ ഒന്ന് വികസിപ്പിക്കും, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് സഹായിക്കാൻ വേണ്ടിയിട്ട്, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് ബാങ്കിങ്. സോ ബാങ്കിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു 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 ബിസിനസ് സപ്പോർട്ട് സർവീസ് ആണ്. അതാണ് നമ്മുടെ പാഠം. എന്താ, ബിസിനസിനെ സപ്പോർട്ട് ചെയ്യുന്ന സർവീസസ്, ബിസിനസിന്റെ അനുബന്ധ, വ്യവസായത്തിന്റെ അനുബന്ധ സേവനങ്ങൾ. ഓക്കെ, സോ അത് ബാങ്കിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഈ ബാങ്കിങ് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ബാങ്കുകൾ മുഖേന തന്നെ, ബാങ്കുകൾ മുഖേന അങ്ങനെ ബാങ്കുകൾ, കുറെ ബാങ്കുകൾ കാണാൻ പറ്റും. SBI, ഫെഡറൽ ബാങ്ക്, ആക്സിസ് ബാങ്ക്, HDFC, ICIC, അങ്ങനെ കോപ്പറേറ്റീവ് ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക്, അങ്ങനെ 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 ഒരുപാട് ബാങ്ക് അല്ലെ. ഒരു ചായക്കട കണ്ടിട്ടില്ലെങ്കിലും ഒരു 2 ബാങ്ക് കാണാനുള്ള സാധ്യത ഇപ്പൊ കൂടുതലാണ്. കാരണം എന്താ പറയുക, ബാങ്കുകളുടെ എണ്ണം കൂടി. അതിന്റെ അർത്ഥം എന്താ, ആൾക്കാരുടെ കയ്യിൽ പൈസ കൂടി, ബിസിനസ് കൂടി, നമുക്ക് ഡെവലപ്മെന്റ് കൂടി എന്നുള്ളതിന് അടയാളാണ്. അത്രയോ ആളുകൾ അവിടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ പൈസ കുറഞ്ഞതാലും നമുക്കത് കാണാൻ സാധിക്കും. കാരണം വായ്പ എടുക്കാൻ നമ്മളൊന്ന് ഒരു ഡെവലപ്മെന്റ് വരുന്നുണ്ടെന്നൊക്കെ നമുക്ക് അതിലൂടെ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാങ്കിങ്ങിൽ വെറും പൈസക്കാർക്ക് മാത്രമേ ഉള്ളൂ ബാങ്കിങ് അല്ല. നമുക്ക് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ബുദ്ധിമുട്ടിനെ മറികടക്കാൻ നമുക്ക് സഹായകരമായിട്ട് വരുന്ന ഒരു സപ്പോർട്ട്, ഒരു ഇടനിലക്കാരൻ, ഒരു സർവീസ് തന്നെയാണ് എന്ത്, ബാങ്കിങ്. വെറും പൈസ കൊണ്ടുപോയിട്ട് ഇടാൻ, ഡെപ്പോസിറ്റ് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് ലെൻഡ് ചെയ്യാൻ, നമുക്ക് വായ്പ തരാനും നമുക്ക് ബിസിനസ് ബാങ്കിങ്ങുകളും ഉപയോഗപ്പെടും. സോ ആ 2 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ഒന്നെന്താണ്, നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ, നമുക്ക് പൈസ അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മുടെ ബിസിനസ് വളർത്തിയെടുക്കാനും സമ്പാദിക്കാനും മറ്റു കാര്യങ്ങൾക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അതേപോലെ അടുത്തത് എന്താ, നമുക്ക് കയ്യിൽ പൈസ അല്ല, പക്ഷെ നമുക്കൊരു ബിസിനസ് ബുദ്ധിമുട്ടോ, നമ്മുടെ ബിസിനസ്സിന് ഒരു തകരാർച്ച വരും. സോ നമുക്ക് കുറച്ച് പൈസ കിട്ടണമെങ്കിൽ ആ ബിസിനസ്സിനെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തിട്ട് ആ പ്രശ്നം പരിഹരിക്കാം. അപ്പൊ അവിടെ ഒരു സഹായക്കാരനായിട്ട് അവിടെ വരുന്നത് ആരായിരിക്കും, ഒരു ഇൻഷുറൻസ് മുഖേന അല്ലെങ്കിൽ ഒരു ലെൻഡിങ്, ഒരു വായ്പ മുഖേനയൊക്കെ നമുക്ക് ബാങ്കുകൾ നമുക്ക് സഹായമാവും. സോ 2 സ്കെയിലും നമുക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണ്. സോ ബാങ്കിങ്ങിനെ കുറിച്ച് മക്കളെ നിങ്ങൾ അറിഞ്ഞു. ബാങ്കിങ്ങിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് അറിയേണ്ട കാര്യമാണ് ഇൻഷുറൻസ്. അപ്പൊ ഇൻഷുറൻസ് അറിയാത്തവർ തീരെ ഉണ്ടാവില്ല അല്ലെ. കാരണം എന്താ, ഒരു വാഹനത്തിന് നമ്മൾ ഇൻഷുറൻസ് അടക്കണം അല്ലെ. ബൈക്ക് എടുത്ത് പോവുകയാണെങ്കിൽ ഇൻഷുറൻസ് വേണ്ടേ. ആ ബൈക്ക് ഒരാളെ പോയി തട്ടി, അപ്പൊ ആ തട്ടിയ ആൾക്ക് ഇൻഷുറൻസ് കൊടുക്കണ്ടേ അല്ലേ. അപ്പോ നമുക്ക് വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാതെ നമ്മളെ വാഹനം നിരത്തിൽ ഓടിക്കാൻ സാധിക്കൂല. അത് കാറാണെങ്കിലും ശരി, ബസ് എന്താണേലോ നമുക്ക് ഇൻഷുറൻസ് വേണം. ഇനി അത് മാത്രമല്ല, നമ്മൾ നമ്മുടെ പേരിൽ തന്നെ ഇൻഷുറൻസ് എടുക്കും. മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ എടുക്കൂലേ, എന്റെ പേരിലും ഭാര്യയുടെ പേരിലും മക്കളുടെ പേരിലും. എന്താ, ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് ഇൻഷുറൻസ് ആണ് സെക്ഷൻ തന്നെ കണ്ടിട്ടില്ലേ. അതെന്താ,
നമുക്ക് നമ്മുടെ ഈ ഇൻഷുറൻസും എന്താ ഒരു ബാങ്കിങ് പോലെ ഒരു സഹായഹസ്തമാണ്. കാരണം എന്താ, നമുക്ക് എന്തെങ്കിലും പ്രയാസം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെങ്കിൽ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഷുറൻസുകൾ സാധിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ സമ്പാദിച്ചു വെക്കും. ഈ സമ്പാദ്യം നമുക്ക് ഒരു ചെറിയ വിഹിതം നമ്മൾ ഇൻഷുറൻസിലോട്ട് ഇട്ടിട്ട് നമ്മുടെ മരണശേഷം നമ്മുടെ മക്കൾ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഇൻഷുറൻസ്. അതല്ലെങ്കിൽ നമ്മൾ തന്നെ 10 കൊല്ലോ 15 കൊല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് അവസാനം നമുക്ക് വയ്യാതാവുമ്പോൾ നമുക്ക് ചികിത്സിക്കാനും നമ്മൾ ഒരാളുടെ മുമ്പിലും ആശ്രയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്കത് ഉപയോഗിക്കാൻ ആ ഇൻഷുറൻസിനെ സഹായിക്കാൻ പറ്റും. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മെഡിക്കൽ ഇൻഷുറൻസ്, നമുക്ക് ആക്സിഡന്റ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് മെഡിക്കൽ എമർജൻസീസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, ആ സമയത്ത് നമുക്ക് ഈ ഇൻഷുറൻസ് ഉപകാരപ്പെടും. അങ്ങനെ ഇൻഷുറൻസ് നമുക്ക് വലിയ സപ്പോർട്ടുകളാണ് തരുന്നത്. അത് മാത്രമല്ല, ഫിനാൻഷ്യലി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ വരാനുണ്ട്. ഇതിനൊക്കെ ബിസിനസ് എന്ന് പറയുമ്പോൾ ഇതിന് ഈ വശമുണ്ട്, ആ ഒരു വശമുണ്ട്. ആ വശം എന്താ, ഇതിലൂടെ ബിസിനസ് ചെയ്യും. എന്താ, പലിശയൊക്കെ ഉണ്ടാവേ, വെറുതെ തരുമോ? വെറുതെ കിട്ടിയപ്പോ എങ്ങനെ അല്ലെ? അപ്പൊ പലിശ കണ്ട് അവരും ആരപ്പോ വെറുതെ ആർക്ക് എന്തെങ്കിലും കൊടുക്കണേ? അപ്പൊ നമുക്കത് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചടക്കുമ്പോൾ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു പലിശയായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അതിനൊക്കെ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. സോ അതൊക്കെ ബിസിനസ് ആണ് മക്കളെ, നമുക്കൊന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇൻഷുറൻസ് എന്നുള്ള ടോപ്പിക് നോക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തൊരു ടോപ്പിക് നമുക്ക് തന്നെ ഇ ബാങ്കിങ് ആണ്, ഇലക്ട്രോണിക് ബാങ്കിങ്. ഇ ബാങ്കിങ് അറിയുമ്പോൾ പേടിക്കണ്ട. പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ബാങ്ക് പോയിട്ട് എന്ത് ചെയ്യണം, പാസ്ബുക്കും കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വരിക്കണം അല്ലെ? പണ്ട് നോട്ടൊക്കെ നിരോധിച്ചപ്പോൾ കണ്ടിട്ടില്ലേ, വരിക്കുക ബാങ്ക് പോയിട്ട്. അങ്ങനെ ഒരുപാട് പേര് തലറങ്ങി വീണതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? പക്ഷേ ഇപ്പൊ സിസ്റ്റം അപ്ഡേറ്റ്, അപ്പൊ ബാങ്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മൊബൈലിൽ തന്നെ SMS ആയിട്ടും വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക്കലി ഓൺലൈനിൽ കൂടെ നമുക്ക് നെറ്റ് ബാങ്കിങ് ആയിട്ടൊക്കെ ഒരുപാട് സർവീസസ് വരുന്നുണ്ട്. സോ അങ്ങനെ നമ്മളൊരു ATM കാർഡ് മുഖേനയോ അതല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നിട്ടൊക്കെ ഓൺലൈനായിട്ടൊക്കെ ചെയ്യുന്ന ഈ ബാങ്ക് ഇടപാടുകളെ നമ്മൾ എന്ത് പറയും? ഇലക്ട്രോണിക് ബാങ്കിങ് അഥവാ ഇ ബാങ്കിങ് എന്ന് പറയും. ഇതൊക്കെ ചെറിയ ടോപ്പിക്കാണ്. ഓക്കെ, അങ്ങനെയുള്ളതാണ് നമുക്ക് ഈ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്, ഇൻഷുറൻസിൽ തന്നെ എത്ര തരത്തിൽ നമുക്ക് ഇൻഷുറൻസിനെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ അതന്നെയാണ് ഇൻഷുറൻസ് ആകെ 2 തരത്തിലുള്ളത്. ഒന്ന് ഹോൾ ലൈഫ് ഇൻഷുറൻസ്, ആയുഷ്കാല ഇൻഷുറൻസ് എന്ന് പറയും. അതെന്താ, നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുത്ത് തുടങ്ങി നമ്മുടെ മരണം വരെ നമ്മൾ അതിലോട്ട് എന്ത് ചെയ്യും, പൈസ അടച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ മരണശേഷം നമ്മുടെ മക്കൾക്ക്, നമ്മൾ ആരെ പേർക്കാണ് അത് ഇൻഷുറൻസ് കൊടുക്കുന്നത്, സോ അയാൾക്കായിരിക്കും അത് കിട്ടുക. അപ്പൊ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സമ്പ്രദായം കൊണ്ടുവന്നതാണ്. കാരണം എന്താ, നമ്മളത് ഒരു ചെറിയൊരു തുക നമ്മളായിട്ട് അടച്ചടച്ച് അവസാനം നമ്മുടെ കാലശേഷവും നമ്മുടെ കുടുംബം അനാഥരാവാതിരിക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു സാമ്പത്തിക ഭദ്രത നൽകാൻ വേണ്ടിയിട്ട്, ഒരു പ്രശ്നം വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഹോൾ ലൈഫ് ഇൻഷുറൻസ് ഉപയോഗിക്കുന്നത്. സോ നമ്മുടെ മരണശേഷം അതെന്ത് ചെയ്യും, അത് ഇതിന്റെ ആരാണോ നോമിനി വെച്ചിട്ടുള്ള അവർക്ക് ആ ഇൻഷുറൻസ് തുക ലഭിക്കും. ഓക്കെ, അതാണ് ഹോൾ ലൈഫ് ഇൻഷുറൻസ്. അടുത്താണ് എൻഡോഡ് ഇൻഷുറൻസ്. എൻഡോഡ് ഇൻഷുറൻസ് പറഞ്ഞാൽ എന്താ, ഒരു 10 കൊല്ലത്തിനോ 15 കൊല്ലത്തിനോ വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് വെക്കുന്നതാണ് നമ്മൾ എൻഡോഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 10 കൊല്ലത്തിന് മാത്രം മതി, 10 കൊല്ലം കഴിഞ്ഞാൽ പൈസ നമുക്ക് കിട്ടും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു സമ്പത്ത് ലഭിക്കുന്ന കാലത്ത് നമ്മൾ അധ്വാനിച്ചിട്ട് ആ പൈസ നമ്മൾ എടുത്തു വെക്കുന്നു, ഇൻഷുറൻസിൽ വെക്കുന്നു. നമുക്ക് ആരോഗ്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് സമ്പാദ്യം വരാത്ത സമയത്ത് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. സോ അങ്ങനെയാണ് നമ്മൾ എൻഡോഡ് ഇൻഷുറൻസ് എടുക്കുക. അടുത്തെന്താ, വെയർ ഹൗസസിന്റെ ഫംഗ്ഷൻസ് കുറിച്ചിട്ട്. വെയർ ഹൗസ് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ബിസിനസ്, നമ്മുടെ കച്ചവട സാധനങ്ങൾ സാമഗ്രികളൊക്കെ പോകുമ്പോൾ അതൊക്കെ കീപ്പ് ചെയ്യാൻ, അതൊക്കെ സ്റ്റോർ ചെയ്യാൻ, അതൊക്കെ എടുത്തു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ വെയർ ഹൗസിംഗ് എന്ന് പറയാം. ഇതൊക്കെ മക്കളെ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. എഴുതി പിടിപ്പിച്ചോ, കത്തിയടിച്ച് എഴുതി വെച്ചോളി. പേപ്പറിൽ സാറ് പറയുന്ന പോലെ അങ്ങനെ എഴുതി വെച്ചോളി, മാർക്ക് കിട്ടും. ഓക്കെ, കാര്യം എന്താന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി, മാർക്ക് ഫുള്ള് നിങ്ങളുടെ കയ്യിലാണ്. അടുത്തെന്താ, ബാങ്കുകളുടെ പ്രധാന ഫംഗ്ഷൻസ് എന്താ? ബാങ്കുകളുടെ ഫംഗ്ഷൻസ് എന്താ? നേരത്തെ പറഞ്ഞതിനെ, ഒന്ന് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനും, അടുത്തെന്താ പൈസ ലെൻഡ് ചെയ്യുക, അത് വായ്പ തരാനും, അതേപോലെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനും, നമുക്ക് പൈസ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻസാണ്. ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഒരു വസ്തു ഇവിടെ നിന്നും അങ്ങോട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇടപാട് നടത്തും. നമുക്ക് ഇവിടെ നമ്മൾ ഈ ഒരു വെയർ ഹൗസിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ്, നമ്മൾ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി അത് നമ്മൾ അങ്ങോട്ട്, അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് നമ്മൾ എത്തുമ്പോൾ അവിടെ നമുക്ക് ട്രാൻസ്പോർട്ടേഷന്റെ ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നീട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ബാങ്കുകളുടെ ടൈപ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്കുകൾ എത്ര തരത്തിലുണ്ട് എന്ന് ചോദിക്കും. നമുക്കറിയാം, കുറെ ബാങ്കുകൾ കാണുമെന്ന് പറഞ്ഞാൽ എല്ലാ ബാങ്കും ഒരേപോലെയാണോ? അല്ല, ബാങ്കുകൾ തന്നെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്ത് തന്നെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ തന്നെ നമുക്കറിയാം പബ്ലിക് സെക്ടർ ബാങ്കുകൾ, നമുക്ക് നമ്മുടെ പബ്ലിക് സെക്ടർ പൊതുമേഖലാ ബാങ്കുകൾ കാണാൻ പറ്റും. ഇപ്പോൾ
ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ബാങ്കാണ് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്. അതല്ലാതെ 10-11 ബാങ്കുകൾ മറ്റ് പൊതുമേഖലാ ബാങ്കുകൾ ഇന്ത്യയിൽ വരുന്നുണ്ട്. അതല്ലാതെ നമുക്ക് പിന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ, ആക്സിസ് ബാങ്ക്, HDFC, ICICI ഒക്കെ പറഞ്ഞ ബാങ്കുകൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ കീഴിലുള്ള, അത് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡയറക്ഷൻ പ്രകാരം 1934 ഓർഡർ പ്രകാരം പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് നമ്മുടെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ഇനി അതല്ലാതെ നമുക്ക് കാണാം ഫോറിൻ ബാങ്കുകൾ കാണാൻ പറ്റും. എന്താ ഫോറിൻ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അമേരിക്കൻ്റെ ഒരു ബാങ്ക് നമ്മുടെ ഇന്ത്യയിൽ അതിന്റെ ഒരു ശാഖ, ഒരു ബ്രാഞ്ച് ഉണ്ടാവും. ഇപ്പൊ അമേരിക്കൻ സിറ്റി ബാങ്ക് അല്ലെങ്കിൽ സിറ്റി എക്സ്പ്രസ് അങ്ങനെയൊക്കെയുള്ള ബാങ്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോറിൻ ബാങ്കുകൾ എന്ന് പറയാൻ പറ്റും. അതായത് നമുക്ക് വേറെ രാജ്യങ്ങളുടെ ബാങ്ക് നമ്മുടെ ഒരു ബ്രാഞ്ച് നമ്മുടെ നാട്ടിലും കാണാൻ സാധിക്കും. ഇനി നമുക്ക് കോഓപ്പറേറ്റീവ് ബാങ്ക്, സഹകരണ ബാങ്ക്, അതങ്ങ് ഒരുപാട് കണ്ടോ, സഹകരണ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ. സോ അതൊക്കെ എന്തിനാ, വായ്പക്ക് പലിശ നിരക്ക് കുറച്ച് ലോണുകൾ, കൃഷി ലോണായിട്ടും മറ്റേ സ്വർണം കൊടുത്ത് പണയം വെച്ച് നമുക്ക് ലോൺ തരുന്നൊക്കെയുള്ള ഏറ്റവും ചെറിയ സമ്പ്രദായങ്ങളാണ് നമ്മുടെ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ. ഇതല്ലാതെ നമുക്ക് ഡെവലപ്മെന്റ് ഫണ്ട് ബാങ്കുകൾ, അതായത് ഓരോ ആവശ്യങ്ങൾക്ക് നമുക്ക് അവിടെ എന്തെങ്കിലും വികസനത്തിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഡെവലപ്മെന്റ് ബാങ്കുകൾ കാണാൻ പറ്റും. സ്പെഷ്യലൈസ്ഡ് ബാങ്ക്, ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒരു പ്രദേശത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബാങ്കാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സെൻട്രൽ ബാങ്ക്, കേന്ദ്ര ബാങ്കിനെ കുറിച്ച് പറയാം. അതെന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മുടെ റിസർവ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്കാണ് ഇത്. ഈ എല്ലാ ഇന്ത്യയിലുള്ള ബാങ്കുകളെയും കൂട്ടി യോജിപ്പിച്ച് നിയന്ത്രിക്കുന്ന ആരാ, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ റിസർവ് ബാങ്കാണ്. 1934 ഓർഡർ പ്രകാരം 1935 ഏപ്രിൽ 1 സ്ഥാപിതമായിട്ടുള്ള നമ്മുടെ റിസർവ് ബാങ്കിന്റെ കീഴിലാണ് ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളും വരുന്നത്. സോ ഇതൊക്കെയാണ് മക്കളെ ബാങ്കിന്റെ ഡിഫറെന്റ് ടൈപ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിയാം. ഇനി ബാങ്കുകളെ കുറിച്ചും ഇടപാടുകളെ കുറിച്ചും ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞു. ഇത് മാത്രമേ നമുക്ക് ഈ ബിസിനസിന്റെ സഹായ സേവനങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഇതെല്ലാം നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. ഒന്ന്, നമ്മളൊരു ഓൺലൈൻ പേയ്മെന്റിനെ കുറിച്ച്, ഓൺലൈൻ കൂടെ നമ്മൾ സേവനങ്ങൾ കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞു. അങ്ങനെ ഓൺലൈൻ കൂടെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ IMPS വഴി ചെയ്യും, ഇൻസ്റ്റന്റ് മണി പേയ്മെന്റ് സിസ്റ്റം കൊടുക്കും. അതല്ലെങ്കിൽ നമ്മൾ നെഫ്റ്റ് ചെയ്യും. നെഫ്റ്റ് ആണ് എന്താ, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നെഫ്റ്റ് കൊടുക്കും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, RTGS മുഖേന കൊടുക്കും. അതെന്താ, റിയൽ ടൈം ഗ്രോസ് ഡെവലപ്മെന്റ്. അപ്പൊ ഇങ്ങനെയുള്ള സിസ്റ്റം ഒക്കെ നമുക്ക് ഇടപാടുകൾ നമ്മൾ ഓൺലൈൻ കൂടെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലോട്ടോ മറ്റൊരു സ്ഥാപനത്തിലോട്ടോ മറ്റൊരു വ്യക്തിയിലോട്ടോ പൈസ ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ അതിൽ നമ്മൾ RTGS ആണെങ്കിൽ നമുക്ക് എത്ര ഫണ്ട്, 50,000 മിനിമം, 50,000 മുതൽ എത്ര ഫണ്ട് വരെ നമുക്ക് കൊടുക്കാം. കാത്തിരിക്കേണ്ട സമയമില്ല, അതിനൊരു നിശ്ചിത തുക നമ്മുടെ ബാങ്കുകൾ ഈടാക്കും, അതിനൊരു സർവീസ് ചാർജ് ആയിട്ട്. നെഫ്റ്റും IMPS ഒക്കെ എന്താ, നമുക്കൊരു ബാങ്കിൽ നിന്ന് അടുത്ത ബാങ്കിൽ, നമ്മുടെ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു ബാങ്കിൽ നിന്ന് ഒരു ഫണ്ട് അപ്പുറത്ത് ഒരു വ്യക്തിയിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിലോട്ടോ ഒക്കെ പേയ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള പേയ്മെന്റ് സിസ്റ്റത്തെ നമ്മൾ നെഫ്റ്റ്, RTGS, ഈ IMPS ഇതൊക്കെ നിങ്ങൾ ഓൺലൈൻ കൂടെ പേയ്മെന്റ് ചെയ്യുന്ന ആപ്പ് കൂടെ ഒക്കെ പേയ്മെന്റ് ചെയ്യുന്ന ആളുകൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. അതിന്റെ പേരൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് എന്തൊക്കെയാണ്, ബിസിനസ് സപ്പോർട്ട് സർവീസിനെ കുറിച്ചിട്ടാണ്. അതിൽ ബാങ്കിങ്ങിനെ കുറിച്ചും ഇൻഷുറൻസിനെ കുറിച്ചും അതേപോലെ പോളിസികൾ, ഇൻഷുറൻസിന്റെ ഡിഫറെന്റ് പോളിസിയെ കുറിച്ചും ബാങ്കുകളുടെ ഫംഗ്ഷൻ പ്രവർത്തനങ്ങളെ കുറിച്ചും കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ വിവിധ ടൈപ്സിനെ കുറിച്ച്, പ്രൈവറ്റ് സെക്ടർ, പബ്ലിക് സെക്ടർ ബാങ്ക്, ഫോറിൻ ബാങ്ക്, ഡെവലപ്മെന്റ് ഫണ്ട് ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക്, അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കിനെ കുറിച്ചിട്ടൊക്കെയാണ് പഠിച്ചത്. സോ ഈ ഒരു ടോപ്പിക്ക് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. മാത്രമല്ല ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത്രയും കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് എവിടുന്ന് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങളുടെ മൈൻഡിൽ ആ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. നിങ്ങളത് നാളെ പരീക്ഷ പേപ്പറിൽ എഴുതാനും സാധിക്കും. ഇനി ഇത് വേറൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ മക്കളെ മറക്കണ്ട, നമ്മുടെ ക്രാഷ് കോഴ്സ്, ബാസ് ക്രാഷ് കോഴ്സ് ഇതാ വിജയകരമായിട്ട് പോവുകയാണ്. നിങ്ങൾക്കാർക്കെങ്കിലും പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു സപ്പോർട്ട് ഉണ്ട്, ഒരു കോൺഫിഡൻസ് കുറവുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മക്കൾ നിങ്ങൾ പേടിക്കണം, പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിലോട് ജോയിൻ ചെയ്തോളൂ. എല്ലാ സബ്ജക്ട്സുകളുടെയും ക്ലാസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട്, ഇനി പരീക്ഷയ്ക്ക് എത്ര ദിവസമാണോ പരീക്ഷ വരെ നമ്മുടെ സഹായം നിങ്ങൾക്ക് ഉണ്ടാവും, നമ്മുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. സോ വി ലേൺ ടുഗദർ. നമ്മൾ എല്ലാവരും ഒരുമിച്ച് പഠിക്കും. വി വിൽ സക്സസ്. നമ്മൾ വിജയിക്കും. വി ഗെറ്റ് എ ഗുഡ് റിസൾട്ട്. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.